അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ലെവൽസ് ഓഫ് ടീച്ചിങ്. നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോ ആദ്യത്തെ സബ് ടോപ്പിക്കിലാണല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടത്. ഈ ആദ്യത്തെ സബ് ടോപ്പിക്കിൽ വന്ന കോൺസെപ്റ്റും മീനിങ്ങും ഒബ്ജക്റ്റീവ്സും നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഒരു സബ്ജക്റ്റീവ് ലെവലിലുള്ള ഒരു കോണ്ടന്റ് ആണ് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് പക്ക ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. പക്ക ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതായത് ലെവൽസ് ഓഫ് ടീച്ചിങ്, 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. 3 തന്നെയാണ്. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ്സും നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫിക്സ്ഡ് നമ്പറിൽ നമ്മൾക്ക് അതിനെ ഒതുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് 3 തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ഫാക്ച്വൽ ടോപ്പിക് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് ലെവൽസ് ഓഫ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾക്കറിയാം, നിങ്ങൾ ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക് അടിക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഈ ടോപ്പിക് പഠിക്കുമ്പോൾ കുറച്ചധികം ഫ്ലാഷ് ബാക്ക് അടിക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള നിങ്ങളുടെ അക്കാഡമിക് ലൈഫ് ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങളുടെ LKG മുതൽ ഇപ്പൊ PG വരെയുള്ള അല്ലെങ്കിൽ MPhil വരെയുള്ള ആ ഒരു കാലഘട്ടം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, വ്യത്യസ്ത രീതിയിലുള്ള ലെവലിലുള്ള ടീച്ചിങ് ആയിരിക്കും അല്ലെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് LKGയിലും UKGയിലും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ കിട്ടിയ അതേ ലെവൽ ഓഫ് ടീച്ചിങ് ആണോ നിങ്ങൾക്ക് ഒരു ഹൈസ്കൂളിലും +1 +2 ഒക്കെ കിട്ടിയത്? ആ ഒരു ലെവലിലുള്ള ടീച്ചിങ് ആണോ നിങ്ങൾക്ക് ഡിഗ്രിയിലും PG കാലഘട്ടത്തിലൊക്കെ കിട്ടിയത്? അല്ല അല്ലെ. വളരെയധികം വ്യത്യാസങ്ങളുണ്ട്, വളരെയധികം വ്യത്യസ്തതകളുണ്ട്. ഓക്കെ, അപ്പോ നമ്മളുടെ അക്കാഡമിക് ലൈഫ് ഇങ്ങനെ പോകും തോറും ആ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടീച്ചിങ്ങിന്റെ ലെവലിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 3 രീതിയിൽ നമ്മൾക്ക് ടീച്ചിങ്ങിന്റെ ലെവൽസിനെ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ആ 3 ലെവൽസ് ആണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ കൃത്യമായിട്ടും എന്താണ് മെമ്മറി, എന്താണ് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വെക്കണം. അപ്പൊ നമ്മൾക്ക് നോക്കാം എന്താണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്, എന്താണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്, എന്താണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. നമ്മൾക്ക് ഇതിനെ ഒരു ഹൈറാർക്കി ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു പിരമിഡ് ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഈ പിരമിഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും താഴെ വരുന്ന ഏറ്റവും പ്രൈമറി ലെവലിലുള്ള ഏറ്റവും ബേസിക് ലെവലിലുള്ള ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഓക്കെ, അതിന് തൊട്ട് മുകളിലുള്ള അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ കാണുന്ന ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. പിരമിഡിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ കാണുന്ന, ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ കാണുന്ന ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഓക്കെ, അപ്പോ ഈ പിരമിഡ് പോലെ തന്നെയാണ്, അതായത് നമ്മളുടെ അക്കാഡമിക് ലൈഫിന്റെ ഏറ്റവും താഴെത്തട്ടില്, ഏറ്റവും ബേസിക് ലെവലില്, ഏറ്റവും പ്രൈമറി ലെവലില് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ചും കൂടെയും പുരോഗമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഹയർ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ, നമ്മൾക്ക് ഹൈസ്കൂളൊക്കെ ആയി +1 +2 ഒക്കെ ആകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ലെവലാണ്, UP ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലെവലാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ PGക്ക് പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് ആണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ. ഓക്കെ, ഇനി നോക്കാ, പിരമിഡ് ആണ്. നമ്മൾക്ക് അറിയാവുന്ന പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ലെവൽ മെമ്മറി ലെവൽ, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, ടോപ്പിൽ കിടക്കുന്ന ലെവൽ റിഫ്ലക്റ്റീവ് ലെവൽ. ഇനി പിരമിഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, മെമ്മറി ലെവലിനെ ലീസ്റ്റ് തോട്ട്ഫുൾ ലെവൽ എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിനെ തോട്ട്ഫുൾ ലെവൽ എന്ന് കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്റ്റീവ് ലെവലിനെ മോസ്റ്റ് തോട്ട്ഫുൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓരോ ലെവലിലും കുട്ടിയുടെ ഭാഗത്ത് നിന്നും, ഓക്കെ, ഓരോ ലെവലിലും നമ്മൾക്കറിയാം മെമ്മറി ലെവൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് LKG UKG കാലഘട്ടമായിരിക്കണം ഉണ്ടാവും മനസ്സിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ UP ഹൈസ്കൂൾ കാലഘട്ടമായിരിക്കണം മനസ്സിലോട്ട് വരുന്നത്. റിഫ്ലക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഡിഗ്രി PG കാലഘട്ടമായിരിക്കണം മനസ്സിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഓരോ ലെവലിലും കുട്ടിയുടെ ഭാഗത്ത് നിന്നും എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, എത്രത്തോളം ചിന്താപരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, എത്രത്തോളം കോഗ്നറ്റീവ് പൊട്ടൻഷ്യൽസ്
കുട്ടി പുറത്തോട്ട് എടുക്കുന്നുണ്ട്, കുട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ ലീസ്റ്റ് തോട്ട്ഫുൾ എന്നും, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ തോട്ട്ഫുൾ എന്നും, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ മോസ്റ്റ് തോട്ട്ഫുൾ എന്നും വിളിക്കുന്നത്. ഓക്കെ, മെമ്മറി ലെവലിൽ അപ്പോ കുട്ടി ലീസ്റ്റ് തോട്ട്ഫുൾ ആണ്, അതായത് കുട്ടിയുടെ ഭാഗത്ത് നിന്നും യാതൊരുവിധ കോൺട്രിബ്യൂഷൻസും ആ ഒരു ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിലോട്ട് വരുന്നില്ല. ഓക്കെ, കുട്ടി അങ്ങനെ ചിന്തിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾക്ക് തന്നെ അറിയാം അല്ലെ, നമ്മൾ LKG-യിലും UKG-യിലും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ച് അതിനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണോ? ഒന്നുമല്ല അല്ലെ. ടീച്ചർ എന്ത് പാട്ടാണോ പാടിത്തരുന്നത് അതെന്നെ നമ്മൾ തിരിച്ചു പാടും അല്ലെ. ടീച്ചർ എന്ത് കഥയാണോ പറഞ്ഞു തരുന്നത് അതെന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ നോക്കും. ടീച്ചർ എന്താണോ പഠിപ്പിച്ചിരുന്നത്, ടീച്ചർ ഒരു വേർഡ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ നമ്മൾ തിരിച്ചു പറയും. ഓക്കെ, അങ്ങനെ നമ്മളൊന്നും ചിന്തിക്കാതെ കംപ്ലീറ്റ് ഒരു എന്താ പറയാ ഒരു റോട്ട് ലേണിംഗ് ആണല്ലോ ഇവിടെ നടക്കുന്നത്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതൊരു ലീസ്റ്റ് തോട്ട്ഫുൾ ലെവൽ ഓഫ് ടീച്ചിങ് ആണ് അവിടെ നടക്കുന്നത് ഈ മെമ്മറി ലെവലിൽ. കുട്ടിയുടെ ഭാഗത്ത് നിന്നും യാതൊരുവിധ കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസും കുട്ടി പുറത്തോട്ട് എടുക്കുന്നില്ല. എന്താ കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല്? കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ, അതിനെയാണ് കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. കോഗ്നിറ്റീവ് എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് നമ്മളുടെ മെന്റൽ പ്രോസസ്സസ് ആണ് കേട്ടോ. നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങള്, നമ്മളുടെ ചിന്തകള്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങള്, നമ്മൾ റീസൺ ചെയ്യുന്ന കാര്യങ്ങള്, നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്ന കാര്യങ്ങള്, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റി, ഇതൊക്കെ കോഗ്നിറ്റീവ് പ്രോസസ് ആണ്. ഓക്കെ, ഇപ്പൊ കോഗ്നീഷൻ, കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് എന്ന് കേട്ടാൽ നമ്മുടെ മെന്റൽ പ്രോസസ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. അപ്പൊ മെമ്മറി ലെവലില് കുട്ടി ലീസ്റ്റ് തോട്ട്ഫുൾ ആണ്. കുട്ടിയുടെ ഭാഗത്ത് നിന്നും യാതൊരുവിധ ചിന്തയോ കോൺട്രിബ്യൂഷൻസ് ഒന്നും ആ ഒരു ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിലോട്ട് കുട്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിനെ തോട്ട്ഫുൾ എന്ന് വിളിക്കാൻ കാരണം എന്തായിരിക്കും? കുട്ടിയുടെ ചിന്താശേഷിയൊക്കെ കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എത്തുമ്പോൾ. കുട്ടി ഒരു UP ക്ലാസ്സിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ ലെവലിലേക്ക് എത്തുമ്പോൾ ടീച്ചർ പറയുന്നത് അപ്പാടെ കണ്ണടച്ച് വിശ്വസിക്കാതെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്യാതെ കുട്ടി മനസ്സിലാക്കും അല്ലെ. കുട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്യും അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, റിയൽ ലൈഫിൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ചുകൂടെയും കുട്ടിയുടെ ചിന്ത യൂസ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ പറയേണ്ട റിഫ്ലക്റ്റീവ് ലെവലിൽ നടക്കുന്നത് എന്താണെന്നല്ലേ, മോസ്റ്റ് തോട്ട്ഫുൾ ആണ്. അതായത് നമ്മൾക്ക് അറിയാം, നമ്മൾ ഡിഗ്രി PG ഒക്കെ പഠിക്കുമ്പോൾ ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ വരെ തുടങ്ങും അല്ലെ. അതായത് നമ്മൾ ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനും അതിനെ റീസൺ ചെയ്യാനും നമ്മൾ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ തുടങ്ങുന്ന നമ്മളുടെ ചിന്താശേഷി, കുട്ടിയുടെ കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസ് കുട്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആ ഒരു ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് മെമ്മറി ലെവലിനെ ലീസ്റ്റ് തോട്ട്ഫുൾ എന്നും അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിനെ തോട്ട്ഫുൾ എന്നും റിഫ്ലക്റ്റീവ് ലെവലിനെ മോസ്റ്റ് തോട്ട്ഫുൾ എന്നും എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഓരോ ലെവൽ ഓഫ് ടീച്ചിങ്ങും കീറി മുറിച്ചുകൊണ്ട് പഠിക്കാം കേട്ടോ. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇനി ഓരോ ലെവൽ ഓഫ് ടീച്ചിങ്ങിലും എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. അതിനെ നമ്മൾക്ക് MLT എന്ന് വിളിക്കാം കേട്ടോ. ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഒന്നും ഫുൾ ആയിട്ട് തരാൻ സാധ്യതയില്ല. ചിലപ്പോ MLT എന്ന് മാത്രം തന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആണെങ്കിൽ MLT, ULT, RLT എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ് നിങ്ങൾ നിങ്ങളുടെ LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ് ആ ഒരു കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ ഭാഗത്ത് നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയൂ, ഏതൊക്കെ രീതിയിലൂടെ ആയിരിക്കും ഈ ഒരു കാലഘട്ടത്തില് LKG, UKG, 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്സിലൊക്കെ ഏതൊക്കെ മെത്തേഡിലൂടെ ആയിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചത്? ഒരു കാര്യം എങ്ങനെയായിരുന്നു നിങ്ങളിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചത് ഏതൊക്കെ രീതിയിലായിരുന്നു? സോങ്സിലൂടെ നിങ്ങളെ പാട്ട് പാടി പഠിപ്പിച്ചിട്ടുണ്ടല്ലേ.
പാട്ടുകൾ പാടി പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കഥകൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോരോ പിക്ചേഴ്സ് കാണിച്ചിട്ട് ഇത് ആനിമൽ ആണ്, ഇത് ഇന്ന ആനിമൽ ആണ്, ഇത് ഇന്ന വെജിറ്റബിൾ ആണ്, ഇതൊക്കെ പറഞ്ഞ് പിക്ചേഴ്സിലൂടെ കാണിച്ചിട്ടുണ്ട്. ആക്ഷൻസ് കാണിച്ചിട്ടല്ലേ, കുറെ അധികം ആക്ഷൻ സോങ് ഒക്കെ നമ്മൾ ആ ഒരു സമയത്ത് പഠിച്ചിട്ടുണ്ടല്ലേ. റിപ്പീറ്റേഷനിലൂടെയാണ് അല്ലെ. ഇപ്പൊ ഒരു പാട്ട് നമ്മളെ ബൈഹാർട്ട് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് പാടി 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 പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അല്ലെ. ഓക്കെ, അങ്ങനെ പാട്ട് പാടി കഥ പറഞ്ഞും അതുപോലെ തന്നെ ചിത്രങ്ങൾ കാണിച്ചും ആക്ഷൻസ് കാണിച്ചും റിപ്പീറ്റ് ചെയ്ത് ആണ് ടീച്ചർ എന്ത് ചെയ്തത്? കുട്ടികളെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് സമയത്ത്? ഈ ഒരു LKG, UKG, 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായത്. ഇത് തന്നെയാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും ടീച്ചർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ പാട്ട് പാടി 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 റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്? ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഫോക്കസ് ചെയ്യുന്നത് മെമ്മറിയാണ് കേട്ടോ, മെമ്മറിയാണ്. അതായത് ഏത് വിധേനയും ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം കുട്ടിയുടെ മെമ്മറിയിലാക്കണം, അല്ലെങ്കിൽ ഏത് വിധേനയും കുട്ടിക്കത് കുട്ടിയുടെ മെമ്മറിയിൽ കയറ്റി കൊടുക്കണം. ഏതൊരു സമയത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും കുട്ടി അത് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യണം, കുട്ടിക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റണം. അങ്ങനെ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം കുട്ടിയിൽ അത് സ്റ്റോർ ചെയ്യുക, ഏത് വിധേനയും കുട്ടിയിൽ അത് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ റീറ്റൻ ചെയ്ത് വെക്കുക, റീറ്റൻഷൻ നടത്തുക. അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് കുട്ടിക്ക് അത് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, റീകോൾ ചെയ്യാൻ പറ്റുക. ഇതൊക്കെയാണ് എന്തിൽ നടക്കുന്നത്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നടക്കുന്നത്. അപ്പൊ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ടീച്ചർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? മെമ്മറിയാണ് കേട്ടോ. ഏത് വിധേനയും കുട്ടിയിൽ ഒരു കാര്യം കയറ്റിക്കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കൊടുക്കണം. ആവശ്യമുള്ള സമയത്ത് എപ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിലും കുട്ടി അത് റീപ്രൊഡ്യൂസ് ചെയ്യണം, കുട്ടിക്ക് അത് റീകോൾ ചെയ്തെടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിലുള്ള ഒരു അധ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു പഠനമാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ഒരു ടീച്ചിങ്ങിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഏറ്റവും പ്രൈമറി ലെവലിൽ കിട്ടുന്ന ഏറ്റവും ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത്, ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറയുന്നത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു മെമ്മറി ലെവൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മെമ്മറി ലെവല് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്, ഇങ്ങനെ ഒരു ലെവൽ ഉണ്ട്, ഇങ്ങനെ ഒരു ലെവലിൽ ഈ ഒരു രീതിയിലാണ് ടീച്ചിങ് നടക്കുക എന്നുള്ളത് ആരാണ് പറഞ്ഞത്? ഹെർബാർട്ട് ആണ് കേട്ടോ. ഹെർബാർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് പ്രപ്പോസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആരാണ് പ്രപ്പോസ് ചെയ്തത്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ആരാണ് പ്രപ്പോസ് ചെയ്തത്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആരാണ് പ്രപ്പോസ് ചെയ്തത്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഹെർബാർട്ട് ആണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മെമ്മറിയാണ്. ഏത് വിധേനയും കുട്ടിയുടെ തലയിൽ പഠിപ്പിക്കുന്ന സാധനം കയറ്റി വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് നടക്കുന്നത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ പോലെയാണെന്നുള്ളതാണ്. എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി ഈ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ടേം ആണ് കേട്ടോ. പക്ഷെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സ്റ്റിമുലസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാകും. ഓക്കെ, എന്ത് കാര്യം ആയിക്കോട്ടെ, നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം ഉണ്ടാകും. സ്റ്റിമുലസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാകും. ഓക്കെ, ആ സ്റ്റിമുലസിന് നമ്മൾ കൊടുക്കുന്ന റിയാക്ഷനെയാണ് റെസ്പോൺസ് എന്ന് പറയുന്നത് കേട്ടോ. റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഒരു കുട്ടി കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ വഴിയായിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മളിപ്പോ ആൽഫബറ്റ്സ് പഠിച്ചു അല്ലെ. ആൽഫബറ്റ്സ് എങ്ങനെയാ നമ്മൾ പഠിച്ചത്? നമ്മളെല്ലാവരും ഒരു പാട്ടിലൂടെയൊക്കെയാണല്ലേ പഠിച്ചത്. ABCDEFG എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ട്യൂണിലൂടെ ആയിരിക്കും നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചത്. അതുപോലെ തന്നെ ഇപ്പോ ട്വിങ്കിൾ ട്വിങ്കിൾ സ്റ്റാർ എങ്ങനെയാ പഠിച്ചത്? നമ്മൾ പാട്ട് പാടിയിട്ടാണല്ലേ പഠിച്ചത്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ് നമ്മൾ പാട്ട് പാടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് പഠിച്ചത്. ഓക്കെ, അപ്പോ നമ്മൾ ABCD പഠിച്ചു. ABCD പഠിച്ചിട്ട് ടീച്ചർ ചോദിക്കാണ് LMNO PQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ അപ്പൊ എന്ത് വരും? RST എന്ന് വരും അല്ലെ. ടീച്ചർ LMNO PQ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ എന്ത് വരും? RST എന്ന് പറയും. കുട്ടി തിരിച്ച് RST എന്ന് ചൊല്ലും. ഇത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അതായത് LMNO PQ എന്ന് പറയുന്ന ആ ഒരു സ്റ്റിമുലസ് ടീച്ചർ പറയുമ്പോഴത്തേക്കും അതിനുള്ള ഒരു റിയാക്ഷൻ ആയിട്ട് കുട്ടി റെസ്പോണ്ട് ചെയ്യാണ്. RST എന്ന് റെസ്പോണ്ട് ചെയ്യാണ്. എന്തുകൊണ്ടാണ് കുട്ടിക്ക് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്?
കുട്ടി റിപ്പീറ്റ് ചെയ്ത് രണ്ട് കാര്യങ്ങളെ പരസ്പരം അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് കുട്ടിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങില് കുട്ടി പഠിക്കുന്നത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനിലൂടെയാണ് എന്നുള്ളതാണ് കേട്ടോ. അതായത് ഒരു കാര്യം ഉണ്ടാകും, ആ കാര്യത്തിനോട് കണക്ട് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് മറ്റൊരു കാര്യത്തെ വെച്ചിട്ടുണ്ടാകും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിലൂടെ അസോസിയേഷൻ സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അടുത്ത കാര്യം നമുക്ക് ഓർമ്മ വരും. ഇപ്പൊ ട്വിങ്കിൾ ട്വിങ്കിൾ എന്ന ടീച്ചർ പറയുമ്പോൾ കുട്ടിക്ക് ലിറ്റിൽ സ്റ്റാർ എന്ന് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ കുട്ടി ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ കുട്ടി റിപ്പീറ്റേഷനിലൂടെ അസോസിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ രീതിയിലാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ കുട്ടി കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നത്, കുട്ടിക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിലുള്ള ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കും? ഇപ്പൊ നിങ്ങൾ LKG യിലും UKG യിലും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോ അവിടുത്തെ ഒരു ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു? മെയിൻ ആയിട്ടും ഓറൽ രീതിയിലുള്ള എക്സാമിനേഷൻസ് ആയിരുന്നു അല്ലെ. അതായത് ടീച്ചർ ഒരു പോയം പറയും, ആ പോയം കുട്ടിക്ക് അറിയുമെന്ന് ചോദിക്കും, കുട്ടിയോട് പാടാൻ പറയും, കുട്ടി അത് പാടും. അല്ലെങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കും, കുട്ടി അത് പറയും അല്ലെ. ഓറൽ ടൈപ്പ് എക്സാമിനേഷൻ ആണ്. കുറച്ചും കൂടെ വലുതാകുമ്പോൾ ചെറിയ എഴുത്തുകളൊക്കെ വരും അല്ലെ. കുറച്ച് ചെറിയ റിട്ടൺ എക്സാമിനേഷൻസ് ഒക്കെ വരും. ഇപ്പൊ എന്തെങ്കിലും ഒരു വേർഡ് എഴുതാൻ പറഞ്ഞ ക്യാറ്റ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി എഴുതും CAT. വലിയ എസ്സേസും കാര്യങ്ങളൊന്നുമല്ല, ചെറിയ പോയംസ് എഴുതാ, ചെറിയ വേർഡ്സ് എഴുതാ, സെന്റൻസ് എഴുതാ. അതൊക്കെയാണ് ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്ന ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. മെയിൻലി ഓറൽ ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും, ചെറിയ റിട്ടൺ ടൈപ്പ് എക്സാമിനേഷൻസും ഈ ഒരു മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ, നിങ്ങളിപ്പോ എവിടെയെങ്കിലും റിട്ടൻഷൻ എന്നുള്ള വാക്ക് കണ്ടു, അതുപോലെ തന്നെ റീകോളിംഗ് എന്നുള്ള വാക്ക് കണ്ടു, റാപ്പിഡിറ്റി ഇൻ ലേണിംഗ് എന്നുള്ള വാക്ക് കണ്ടു, ഇതിനൊക്കെ നിങ്ങൾ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. റീടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റീടെൻഷൻ അതായത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് റീടെൻഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം ഇൻഫോർമേഷനെ നമ്മൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്, റീടെൻ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്, അതിനെയാണ് റീടെൻഷൻ എന്ന് പറയാം. റീകോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റീകോളിംഗ് നമ്മൾക്ക് എത്രത്തോളം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. റാപ്പിഡിറ്റി ഇൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ട്, മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് റീടെൻഷൻ എന്നുള്ള ഒരു വാക്ക് കണ്ടു, റീകോളിംഗ് എന്നുള്ള വാക്ക് കണ്ടു, റാപ്പിഡിറ്റി ഇൻ ലേണിംഗ് എന്നുള്ള വാക്ക് കണ്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് MLT-യുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞ കാര്യം. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MLT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്, ഏറ്റവും പ്രൈമറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. നമ്മളുടെ LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെയാണ് ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹെർബാർട്ട് ആണ് ഇതിന്റെ മെയിൻ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ, ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മെമ്മറി ആയിരിക്കും. അതായത് ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം, പറയുന്ന കാര്യം ഏത് വിധേനയും കുട്ടിയുടെ മെമ്മറിയിലാക്കണം, മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യണം, കുട്ടി എപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു എയിം ആയിരിക്കും. ഒരു റോട്ട് ലേണിംഗിനെ ആയിരിക്കും മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷന്റെ ബേസിസിലായിരിക്കും. അതായത് ഒരു കാര്യം ഉണ്ടാകും, അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് മറ്റൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അത് തമ്മിലൊരു അസോസിയേഷൻ ഉണ്ടാക്കും. അങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും മറ്റേ കാര്യം നമ്മൾക്ക് ഓർത്തെടുത്ത് കണക്ട് ചെയ്ത് പറയാൻ സാധിക്കുന്ന ആ ഒരു ലെവലിലാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ പഠനം നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഇവിടുത്തെ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ വരുന്നത് ചെറിയ റിട്ടൺ എക്സാമിനേഷൻസും ഓറൽ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ഒക്കെ ആയിരിക്കും ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ റീടെൻഷൻ, റീകോളിംഗ്, റാപ്പിഡിറ്റി ഇൻ ലേണിംഗ് എന്ന് പറയുന്ന ടേംസ് കേൾക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. റീടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, മീനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ്, സ്റ്റോർ ചെയ്യാൻ എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മെമ്മറി റിലേറ്റ് ചെയ്തിട്ടുള്ള റീടെൻഷൻ, റീകോളിംഗ് എന്ന് പറയുന്ന ഈ വേർഡ്സ് ഒക്കെ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതാണ്.
അപ്പൊ ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, ക്ലിയർ. അപ്പോ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മൾക്ക് അറിയാവുന്ന പോലെ തന്നെ അതിനെ നമ്മൾക്ക് ULT എന്ന് വിളിക്കാം കേട്ടോ. ULT എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കേറി, അതായത് നിങ്ങൾ UP ക്ലാസ്സും ഹൈസ്കൂൾ ക്ലാസ് ഒക്കെ നിങ്ങളൊന്ന് ആലോചിക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കുക? നിങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. അതായത് നിങ്ങൾ പറഞ്ഞു മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ ടീച്ചർ എങ്ങനെയാ പഠിപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടുപാടിയും കഥ പറഞ്ഞും പിക്ചേഴ്സ് കാണിച്ചെന്നും ആ ഒരു രീതിയിലൊക്കെയാണ് റിപ്പീറ്റേഷനിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി ആ ഒരു കുട്ടി 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് UP ക്ലാസ്സിലും ഹൈസ്കൂൾ ക്ലാസ്സിലും ഒക്കെ എത്തി. ഓക്കെ, ഇവിടെ എന്ത് വ്യത്യാസമായിരിക്കും ആ ഒരു ടീച്ചിങ് ലേണിംഗിൽ സംഭവിക്കുക? നിങ്ങളൊന്ന് പറയൂ. ഓക്കെ 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 നിങ്ങളുടെ ആൻസേഴ്സ് ഇങ്ങനെ ചെറവറാ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വായിക്കാം. അതായത് കുറച്ചും കൂടെ എക്സാമ്പിൾസിലൂടെ ഒക്കെ കുട്ടി മനസ്സിലാക്കാൻ തുടങ്ങും കാര്യങ്ങൾ. എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് ഓരോ കോൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ തുടങ്ങും. കോൺസെപ്റ്റ്സ് പറഞ്ഞു പഠിപ്പിക്കുന്നു, തിയറീസ് ഒക്കെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നു, എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മളോട് വായിക്കാൻ പറയും, എന്നിട്ട് അത് ഡിസ്കസ് ചെയ്ത് പഠിക്കും. ഓക്കെ ഓക്കെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങും കാര്യങ്ങള്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് വി സ്റ്റഡി. കുറച്ചും കൂടെ കുട്ടി തനിയെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തുടങ്ങും. ടീച്ചർ അസൈൻമെന്റ് കൊടുക്കുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ട് എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പറയുന്നതൊക്കെ തന്നെയാണ് കേട്ടോ അതിന്റെ എന്താ ആ ഒരു മെത്തേഡ് ആയിട്ട് വരുന്നത്. നമ്മളോട് വായിക്കാൻ പറയും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്രാക്ടിക്കൽസ് പറയും, അസൈൻമെന്റ്സ്, പ്രോജക്റ്റ്, ഡിസ്കഷൻസ് ഇതൊക്കെ വരും. കുട്ടി ഡൗട്ട്സ് ചോദിച്ചു തുടങ്ങും, റീസൺസ് ഒക്കെ കുട്ടി ചോദിച്ചു തുടങ്ങുന്നു പറയുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് കുട്ടി ജസ്റ്റ് കാര്യങ്ങളെ മെമ്മറൈസ് ചെയ്യൽ മാത്രമല്ല. ഞാൻ ഇത് എന്തിനു വേണ്ടിയിട്ട് മെമ്മറൈസ് ചെയ്യണം? ഞാൻ ഇത് കാണാപ്പാഠം പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇതിപ്പോ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം എനിക്കുണ്ടോ? ഇത് എന്തിനു വേണ്ടിയിട്ടാ പഠിക്കുന്നേ? ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇതിന്റെ റിയൽ ലൈഫിൽ ഇതിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അങ്ങനെ മെമ്മറിയോടൊപ്പം തന്നെ, അതായത് കുട്ടി അത് പഠിക്കുന്നു, മെമ്മറൈസ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ കുട്ടിക്ക് ഒരു ഇൻസൈറ്റ് കൂടെ ഉണ്ടാകും. ഏത് സ്റ്റേജില്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങില് മെമ്മറി പ്ലസ് ഇൻസൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് ജസ്റ്റ് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ പഠിക്കുന്നു, ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് ടീച്ചിങ്ങിനെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് കുട്ടി കുറച്ചുകൂടെ ചിന്തിക്കാൻ തുടങ്ങും. കുട്ടിയുടെ കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ബിഹേവിയർ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ് കേട്ടോ. അപ്പൊ കുട്ടിയുടെ ആ ഒരു ഇന്റലക്ച്വൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ കുട്ടിക്ക് കിട്ടുന്നത്. ഓക്കെ, മോറിസൺ ആണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്. നമ്മൾ മോറിസന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലെ, മോറിസനെ പറ്റിയിട്ട് ഇനിയും നമ്മൾ പറയും, ആളുടെ കോൺട്രിബ്യൂഷൻസ് ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ മോറിസൺ ആണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് പ്രപ്പോസ് ചെയ്തത്. മെമ്മറി പ്ലസ് ഇൻസൈറ്റ്, ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതല്ല, എന്തിനു വേണ്ടിയിട്ട് പഠിക്കുന്നു എന്നുള്ളതൊക്കെ കുറച്ചും കൂടി നമ്മളുടെ ചുറ്റുപാടുകൾ റിലേറ്റ് ചെയ്ത് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് കാര്യങ്ങളെ പഠിക്കും എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു തിയറി പഠിക്കുന്നതിനോടൊപ്പം കൂടി തന്നെ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ പഠിക്കുകയാണ്, അത് ജസ്റ്റ് ആ തിയറി ബൈ ഹാർട്ട് ചെയ്യലല്ല അല്ലെ ഇവിടെ ചെയ്യുന്നത്. ആ തിയറി കൊണ്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. കുട്ടിയുടെ ഇന്റലക്ച്വൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ആണിത്. ഇനി ഇവിടത്തെ ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കും? നമ്മളുടെ ഹൈസ്കൂളിലും UP ക്ലാസ്സുകളിലും ഒക്കെയുള്ള എക്സാമിനേഷൻ സിസ്റ്റം എന്തായിരുന്നു? എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടാകും, നമ്മൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അല്ലെ. അതായത്
നമ്മൾക്കിപ്പോ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ എസ്സേ ക്വസ്റ്റ്യൻസും നമ്മൾക്ക് ഉണ്ടായിരിക്കും. ആ രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ സിസ്റ്റം ആയിരിക്കും അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത് കേട്ടോ. അപ്പൊ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്റലക്ച്വൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. കുട്ടിയുടെ ബുദ്ധി യൂസ് ചെയ്യുന്നു, കുട്ടിയുടെ ചിന്ത യൂസ് ചെയ്യുന്ന ആ ഒരു ബിഹേവിയർ പുറത്തോട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മള് സാധാരണയായിട്ടും ഇത് UP ക്ലാസ് മുതലൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതായത് 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8, 9, 10 ആയിരിക്കും നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, മോറിസൺ ആണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ മോറിസൺ അദ്ദേഹം നടത്തിയ സ്റ്റഡിയിൽ ഒരു 5 സ്റ്റെപ്സ് പറയുന്നുണ്ട്. അതായത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് നടക്കുന്നത് 5 സ്റ്റെപ്സിലൂടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ഒരു 5 സ്റ്റെപ്സും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുണ്ട്. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഈ സ്ലൈഡിൽ കാണുന്ന സ്റ്റെപ്സ് ആണ് 5 സ്റ്റെപ്സ്. എക്സ്പ്ലോറേഷൻ, പ്രസന്റേഷൻ, അസിമുലേഷൻ, ഓർഗനൈസേഷൻ, റിസൈറ്റേഷൻ. അതായത് ആദ്യം നടക്കുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ആദ്യം നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ആണ്. പിന്നെ നടക്കുന്നത് പ്രസന്റേഷൻ, പിന്നെ നടക്കുന്നത് അസിമുലേഷൻ, പിന്നെ നടക്കുന്നത് ഓർഗനൈസേഷൻ, പിന്നെ നടക്കുന്നത് റിസൈറ്റേഷൻ. സ്റ്റെപ്സുകൾ ഇങ്ങനെ ഈ ഓർഡറിലല്ലാതെ തെറ്റിച്ചു തരും. എന്നിട്ട് കറക്റ്റ് ഓർഡർ ഏതാണെന്ന് ചോദിക്കും. ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതല്ലാതെ ഇതിന്റെ കൂടെ വേറെ ചില പ്രോസസ്സുകളൊക്കെ കുത്തിക്കയറ്റി തന്നിട്ട് നിങ്ങളോട് മോറിസന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് മാത്രം ഇതിൽ നിന്നും പിക്ക് ചെയ്യാം, ആ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, ഈ 5 സ്റ്റെപ്സ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിനുള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ സ്റ്റെപ്സിലൊക്കെ എന്താണ് വരുന്നതെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ UP ക്ലാസ്സിലും ഹൈസ്കൂൾ ക്ലാസ്സിലും എങ്ങനെയാണ് ആ ഒരു ടീച്ചിങ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്, അതിനുള്ള 5 സ്റ്റെപ്സ് ആണ് മോറിസൺ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എക്സ്പ്ലോറേഷൻ. ഓക്കെ, നമ്മൾക്കിത് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. എന്താണ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. ഒരു ടോപ്പിക്കിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. ടീച്ചർക്ക് അന്ന് ക്ലാസ് എടുക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ടീച്ചർക്ക് ക്ലാസ് എടുക്കേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ടീച്ചർ ആദ്യം തന്നെ ക്ലാസ്സിൽ വന്നിട്ട് ബുക്ക് തുറന്നിട്ട് പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ചിട്ട് ആദ്യമേ വിവരിച്ചു തുടങ്ങാതെ ടീച്ചർ എന്താ ചെയ്യുന്നത്? ടീച്ചർ എന്ത് ചെയ്യും? കുട്ടിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലും പ്രീവിയസ് നോളജ് ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ടീച്ചർ ആദ്യം എന്ത് ചെയ്യും? ഒന്ന് ടെസ്റ്റ് ചെയ്യും, ഒന്ന് അനലൈസ് ചെയ്യും. അതായത് കുട്ടിയുടെ ഒരു പ്രീവിയസ് നോളജ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് എക്സ്പ്ലോറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ടീച്ചർ ഏത് ടോപ്പിക്കാണോ ക്ലാസ് എടുക്കാൻ വരുന്നത്, ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കുട്ടിക്ക് എന്തൊക്കെ അറിയാം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന പോലെ തന്നെ, ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താ? നിങ്ങൾക്ക് എന്താണ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഇതെന്താ? എക്സ്പ്ലോറേഷൻ ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എത്ര പ്രീവിയസ് നോളജ് ഉണ്ട്, നിങ്ങൾക്കുള്ള ആ ഒരു കോണ്ടന്റിനെ, ആ ഒരു അറിവിനെ ഞാൻ അനലൈസ് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യാണ്. ആ ഒരു സ്റ്റേജിനെയാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ അവരെന്താണോ അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതിങ്ങനെ പറയാൻ തുടങ്ങും അല്ലെ. ഓക്കെ, അങ്ങനെ കുട്ടിയുടെ ആ ഒരു പ്രീവിയസ് നോളജിനെ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ് എക്സ്പ്ലോറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ കമ്മിങ് ടു പ്രസന്റേഷൻ സ്റ്റേജ്. അതായത് ഓക്കെ, ടീച്ചർ എന്ത് ചെയ്തു? കുട്ടിക്ക് അറിയാവുന്ന പ്രീവിയസ് നോളജ് ഒക്കെ ചെക്ക് ചെയ്തു. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്ക് അറിയാം, ഓക്കെ എന്നുള്ളത് മനസ്സിലാക്കി. അതിനുശേഷം എന്താ ടീച്ചർ ചെയ്യുന്നത്? ടീച്ചർ എന്തൊരു കാര്യമാണോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഓൾ ക്ലാസ്സിന് മുൻപാകെ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ് പ്രസന്റേഷൻ സ്റ്റേജ്. കോണ്ടന്റ് ഈസ് പ്രസന്റഡ് ഹിയർ. ഓക്കെ, അതായത് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചിട്ട്, ഫോട്ടോസിന്തസിസിനെ കുറിച്ചിട്ട് ആ ഒരു ടോപ്പിക് ഓൾ ക്ലാസ്സിന് മുൻപാകെ ടീച്ചർ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അത് ടീച്ചർ പ്രസന്റ് ചെയ്യും. കുട്ടിയോട് മനസ്സിലായോ എന്ന് ചോദിക്കും. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ കുട്ടി
ആ ഒരു ടോപ്പിക് ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ മനസ്സിലാക്കി എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരുന്നത് വരെ ടീച്ചർ എന്ത് ചെയ്യും, ആ ഒരു കോണ്ടന്റ് പ്രസന്റ് ചെയ്യും, കുട്ടിക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് പ്രസന്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റേജ് ഇസ് അസിമിലേഷൻ സ്റ്റേജ്. എന്താണ് അസിമിലേഷൻ സ്റ്റേജ്? അസിമിലേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ കുട്ടിക്ക് ടീച്ചർ ഒരു അവസരം കൊടുക്കാണ്. ഫോട്ടോസിന്തസിസിനെ കുറിച്ചിട്ട് ടീച്ചർ പറഞ്ഞു കൊടുത്തു. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വായിച്ച് അന്വേഷിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്താ പച്ചനിറമുള്ള പ്ലാന്റ്സ് മാത്രാണോ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്? ഇനി പച്ചനിറമില്ലാത്ത പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും പ്രകാശ സംശ്ലേഷണം നടത്തുക, ഫോട്ടോസിന്തസിസ് നടത്തുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് വരൂ കേട്ടോ. നിങ്ങളൊന്ന് ലാബിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ലബോറട്ടറി ലൈബ്രറിയിൽ പോയിട്ട് ബുക്സ് ഒക്കെ വായിച്ചിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചുറ്റുപാടൊന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരൂ കേട്ടോ. എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് ഒരു അവസരം കൊടുക്കുകയാണ് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കുട്ടിയെ ലൈബ്രറിയിലേക്ക് വിടാണ്, അല്ലെങ്കിൽ ലാബിലേക്ക് വിടാണ്, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് വിടാണ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ കുട്ടിക്ക് വർക്ക് കൊടുക്കാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാണ്. അതൊരു പ്രോജക്റ്റിന്റെ രൂപത്തിലായിരിക്കാം, അസൈൻമെന്റിന്റെ രൂപത്തിലായിരിക്കാം. ഓക്കെ, അങ്ങനെ കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സ്റ്റേജ് ആണ് അസിമിലേഷൻ. ദെൻ ഓർഗനൈസേഷൻ. എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കുട്ടി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വന്നു, അല്ലെങ്കിൽ കുട്ടി കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. ഇതൊരു അസൈൻമെന്റിന്റെ രൂപത്തിലോ പ്രോജക്റ്റിന്റെ രൂപത്തിലോ ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയാ. കുട്ടി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഹിയർ പീപ്പിൾ ആർ പ്രൊവൈഡഡ് വിത്ത് ഒക്കേഷൻ ഫോർ റെപ്രസെന്റേഷൻ. അവർക്കൊരു ചാൻസ് കൊടുക്കുക, അവർ കണ്ടുപിടിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കാം. ദെൻ ദ ഫൈനൽ സ്റ്റേജസ് റിസൈറ്റേഷൻ. അതായത് അവർ കണ്ടുപിടിച്ചിട്ടുള്ള അവർ സെമിനാറിലൂടെയും പ്രോജക്റ്റിലൂടെയും ഒക്കെ എഴുതി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ ഓറലി ക്ലാസിന്റെ മുൻപാകെ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ് റിസൈറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആദ്യം തന്നെ ടീച്ചർ എന്താ ചെയ്യുന്നത്? എക്സ്പ്ലോറേഷൻ നടത്തുക, അതായത് കുട്ടികളുടെ പ്രീവിയസ് നോളജ് ടെസ്റ്റ് ചെയ്യുക, എത്രത്തോളം കാര്യങ്ങൾ കുട്ടിക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയും എന്നുള്ളത് ടീച്ചർ ടെസ്റ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തേത് പ്രസന്റേഷൻ സ്റ്റേജ്. ടീച്ചർ എന്താണോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടോപ്പിക് ഹോൾ ക്ലാസ്സിന് മുൻപാകെ പ്രസന്റ് ചെയ്യുക, കുട്ടികളുടെ ഡൗട്ട്സ് ഒക്കെ മാറുന്നത് വരെ ടീച്ചർ പ്രസന്റ് ചെയ്യുന്നു. ദെൻ അസിമിലേഷൻ സ്റ്റേജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ടീച്ചർ കൊടുക്കുക. കുട്ടിയെ ലൈബ്രറിയിലോട്ട് വിടുക, ലാബിലോട്ട് വിടുക, പ്രകൃതിയിലോട്ട് വിടുക, അവർക്ക് തന്നെ കണ്ടുപിടിച്ച് വരാനുള്ള, തന്നെ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ഓർഗനൈസേഷൻ. കുട്ടി കണ്ടുപിടിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കുക. ഒരു പ്രോജക്റ്റിന്റെ രൂപത്തിലോ ഒരു അസൈൻമെന്റിന്റെ രൂപത്തിലോ ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ദെൻ ഫൈനൽ സ്റ്റെപ്പ് ഇസ് റിസൈറ്റേഷൻ. കുട്ടി കണ്ടുപിടിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ ഹോൾ ക്ലാസ്സിന് മുൻപാകെ ഓറലി പ്രസന്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് റിസൈറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റിസൈറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് പേപ്പർ അല്ല കേട്ടോ. നമ്മൾ പ്രസന്റേഷൻ എന്ന് പറയില്ല, ഇപ്പൊ നമ്മൾ സെമിനാർ ഒക്കെ പ്രസന്റ് ചെയ്യില്ലേ ക്ലാസ്സിൽ, ഓറലി പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സംസാരിക്കുക, ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സെമിനാർ പ്രസന്റേഷൻ ഒക്കെ നടത്തുന്നത് റിസൈറ്റേഷൻ എക്സാമ്പിൾ ആണ്, റിസൈറ്റേഷനിൽ വരുന്ന കാര്യമാണ്. നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി വന്ന കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് മറക്കരുത്. ഫസ്റ്റ് സ്റ്റേജ് എക്സ്പ്ലോറേഷൻ, സെക്കൻഡ് സ്റ്റേജ് ഇസ് പ്രസന്റേഷൻ, തേർഡ് സ്റ്റേജ് ഇസ് അസിമിലേഷൻ, ഫോർത്ത് സ്റ്റേജ് ഇസ് ഓർഗനൈസേഷൻ ആൻഡ് ദ ഫിഫ്ത് സ്റ്റേജ് ഇസ് റിസൈറ്റേഷൻ. സ്റ്റെപ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫോർത്ത് സ്റ്റേജ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ആണ്. അതായത് ഇപ്പൊ കുട്ടിയെ ടീച്ചർ അസിമിലേഷൻ സ്റ്റേജിൽ ഓരോ വർക്കിന് വേണ്ടിയിട്ട് വിട്ടു അല്ലെ, അതായത് കുട്ടിയുടേതായിട്ടുള്ള രീതിയിൽ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ട് വിട്ടു. ഓക്കെ, ഇനി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടി എന്ത് ചെയ്യുക, ഒരു പ്രോജക്റ്റിന്റെ രൂപത്തിലോ അസൈൻമെന്റിന്റെ രൂപത്തിലോ ഒക്കെ ക്ലാസ്സിൽ റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഓർഗനൈസേഷൻ. റിസൈറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓറലി ഓൾ ക്ലാസ്സിന് മുൻപാകെ പ്രസന്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഒരു ലെവൽ ഓഫ് ടീച്ചിങ് കൂടെ പറയാനുണ്ട്. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് കേട്ടോ അത്. RLT എന്ന് നമ്മൾ ചുരുക്കി വിളിക്കും. ഓക്കെ, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അപ്പോ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് കേൾക്കുമ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ഹൈസ്കൂളും UP ഒക്കെ വിട്ടിട്ട് നിങ്ങളുടെ ഡിഗ്രി PG കാലഘട്ടത്തിലോട്ടൊക്കെ വരാം. ഓക്കെ, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഇനി പറയൂ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഡിഗ്രി PG കാലഘട്ടം? അവിടെ നിങ്ങൾക്ക് ടീച്ചർ നിങ്ങൾ എങ്ങനെയായിരുന്നു ഡീൽ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്? ടീച്ചർ ക്ലാസ് എന്തെങ്കിലും എടുത്ത് തന്നിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്താ നിങ്ങളുടെ എക്സാം എഴുതിയിരുന്നത്, പഠിച്ചിരുന്നത്? ഇതൊക്കെ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ പറയട്ടോ. ഓക്കെ, സ്പൂൺ ഫീഡിങ് മെത്തേഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ പേർക്ക് സെൽഫ് സ്റ്റഡി ആയിരുന്നു. കുറെ പേര് യൂട്യൂബ് ഒക്കെ നോക്കി പഠിച്ചു. സെൽഫ് ലേണിംഗ് ആണ്. ടീച്ചേഴ്സ് ജസ്റ്റ് ഗൈഡസ്, ടീച്ചർ ജസ്റ്റ് ഗൈഡ് ചെയ്ത് തന്നിട്ടുള്ളൂ. ലൈബ്രറിയിലേക്ക് വിടും റെഫർ ചെയ്യാൻ. ഫുള്ള് സെമിനാർസും പ്രോജക്ട്സും തന്നെ ആയിരുന്നു. ഓക്കെ, ദെൻ ലൈബ്രറി റിപ്പീറ്റ് ചെയ്ത് പറയാണ് കേട്ടോ. സെമിനാറും ഡിസ്കഷനും പിയർ ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ബുക്സ് റെഫർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, കേസ് സ്റ്റഡീസ്, ഗ്രൂപ്പ് ഫോർമേഷൻ, റിസർച്ച്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നടക്കുന്നത്. അതായത് നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്ത് തരാനോ, നമ്മൾക്കൊരു സിലബസ് അനുസരിച്ചിട്ട് കറക്റ്റ് ടൈമിന് ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് കറക്റ്റ് സിലബസ് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിപ്പിച്ചു തരാനോ, നിങ്ങൾക്ക് നോട്ട്സ് തരാനോ, നിങ്ങളോട് ഇന്ന ദിവസം എന്താ എക്സാം ഉണ്ടാകും, നാളേക്ക് പഠിച്ചുകൊണ്ട് വരണം, ഞാൻ ഡിക്റ്റേഷൻ എടുക്കും എന്നൊക്കെ പറയാനോ ആരും ഉണ്ടാവില്ല. ഓക്കെ, ടീച്ചേഴ്സ് ഉണ്ടാകും, ടീച്ചർ ഉണ്ടാകും, നമ്മളുടെ ഒരു ഗൈഡായിട്ടും മെന്ററായിട്ടും ടീച്ചർ ഉണ്ടാകും. പക്ഷേ നമ്മളുടെ ഒരു എന്താ ഒരു കോൺട്രിബ്യൂഷൻ ആണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത് ആരാണോ, ലേണേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ്, അവരായിരിക്കും അവിടെ മെയിൻ റോളിൽ വരുന്നത് കേട്ടോ. സ്റ്റുഡൻസിനായിരിക്കും ഇവിടെ മെയിൻ റോള് വരുന്നത്. ടീച്ചേഴ്സിന് ഇവിടെ ഒരു സെക്കൻഡറി പ്ലേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ടീച്ചർ ഉണ്ടാകും. ടീച്ചർ നമ്മൾക്ക് സിലബസ് ഇന്നതാണെന്ന് പറഞ്ഞു തരും, നമ്മളെ ഗൈഡ് ചെയ്യും, ഇന്ന രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞു തരും, ഇന്ന ഒരു ടോപ്പിക്കിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു തരും. എന്നിട്ട് നമ്മളെ ലൈബ്രറിയിലോട്ട് വിടും. നിങ്ങൾ തന്നെ വായിച്ചു പഠിക്കുക, നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക എന്നൊക്കെ നമ്മളോട് പറയും അല്ലെ. ഓക്കെ, ചില സമയത്ത് നമ്മൾ സിലബസ് തന്നെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിന്റെ സമയത്തൊക്കെ ആയിരിക്കും. നമ്മൾക്ക് തീരെ ക്ലാസ് ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി ഒരു സെൽഫ് സ്റ്റഡി ഒക്കെ ആയിരിക്കും. യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയേ വേണ്ട അല്ലെ, കംപ്ലീറ്റ്ലി ചിലപ്പോൾ സെൽഫ് സ്റ്റഡി ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആ ഒരു രീതിയിൽ ക്ലാസ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ നടക്കുന്നതാണോ നല്ലത്? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രിയിലും PGയിലും ഒക്കെ ഈ രീതിയിലാണോ ക്ലാസ്സുകൾ നടക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓക്കെ, ഷുവർ എന്ന് പറയുന്നുണ്ട്, യെസ് എന്ന് പറയുന്നുണ്ട്, പാർഷ്യലി യെസ് എന്ന് പറയുന്നുണ്ട്, യെസ് 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 എന്ന് പറയുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലെ ക്ലാസ്സുകൾ നടക്കുന്നത്. അതായത് സെൽഫ് സ്റ്റഡി തന്നെയാണ് അതിൽ മെയിൻ വരേണ്ടത്. അതുപോലെ തന്നെ ഡിസ്കഷൻസും പ്രോജക്ട്സും സെമിനാർസിലൂടെ ഒക്കെ തന്നെ ആയിരിക്കണം ഈ ഒരു ലെവലിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീച്ചിങ് ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു ടീച്ചിങ് ലെവലില് സ്റ്റുഡൻസിന്റെ ഏറ്റവും കൂടുതൽ കുട്ടി അവരുടെ കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള സ്റ്റേജ് ആണ്. അതായത് കുട്ടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെച്ചുവേർഡ് ആയി അവരുടെ ബുദ്ധിശക്തിയൊക്കെ എന്താ അവർക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയുടെ ചിന്താരീതി, അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ലോജിക്കൽ റീസണിങ്, കുട്ടിയുടെ ഇമാജിനേഷൻ, ഇതൊക്കെ നല്ല പീക്ക് ലെവലിൽ എത്തുന്ന, അല്ലെങ്കിൽ കുട്ടിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നന്നായിട്ട് ആ ഒരു ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണത്. ഓക്കെ, അപ്പൊ കുട്ടി ചിന്തിക്കണം. സെൽഫ് ലേണിംഗ് ആകുമ്പോൾ കുട്ടി നന്നായിട്ട് ചിന്തിക്കും. ഗ്രൂപ്പ് ഡിസ്കഷൻ ആകുമ്പോൾ കുട്ടി നന്നായിട്ട് ചിന്തിക്കും. സെമിനാർസും പ്രോജക്റ്റും ഒക്കെ ആകുമ്പോൾ കുട്ടി നന്നായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും അല്ലെ. അപ്പോ കുട്ടിയുടെ ചിന്താശേഷി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. സ്പൂൺ ഫീഡിങ് ആയിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? അല്ലെങ്കിൽ ടീച്ചേഴ്സ് എല്ലാം സിലബസ് അനുസരിച്ചിട്ട് ഇങ്ങനെ പക്കാ ക്ലാസ്സുകൾ തന്ന് നോട്ട്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി?
അതൊരു മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ആയി പോകും അല്ലെ. അതായത് കുട്ടി അത് വായിച്ചിട്ട് ഓക്കെ എക്സാമിന് അതേപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യും. കുട്ടിയുടെ ചിന്താശേഷി അവിടെ വർദ്ധിക്കുന്നില്ല, കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല, റീസണിങ് കപ്പാസിറ്റിയും ലോജിക്കൽ റീസണിങ് ഇമാജിനേഷൻസ് ഒന്നും അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല അല്ലെ. അപ്പോ കുട്ടിയുടെ മാക്സിമം കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസ് പുറത്തോട്ട് വരേണ്ട ആ ഒരു സ്റ്റേജ് ആണ്, ആ ഒരു ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾക്ക് ആ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിരിക്കുള്ളൂ. അതായത് കുട്ടിക്ക് തീരുമാനിക്കാം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലൂടെ പഠിക്കണം എന്നൊക്കെ കുട്ടിക്ക് കംപ്ലീറ്റ്ലി തീരുമാനം എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. നമ്മളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലായിക്കോട്ടെ, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിരിക്കും ഇന്ന രീതിയിൽ പഠിക്കണം, ഇന്ന കാര്യങ്ങൾ ഇവിടെ എഴുതണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലെ, പറയുന്നത്. പക്ഷേ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന് ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം, അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഓപ്പൺ ആയിരിക്കണം, ആരും നമ്മളെ അങ്ങനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനൊന്നും വരില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഡിഗ്രി PG കാലഘട്ടമൊക്കെ. അപ്പോ കുറച്ചും കൂടി സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിരിക്കുള്ളൂ. കുട്ടിക്ക് തീരുമാനിക്കാം, കുട്ടിക്കായിരിക്കും അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ലേണേഴ്സിനായിരിക്കുള്ള ഒരു പ്രൈമറി പ്ലേസ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സിന് അവിടെ ഒരു സെക്കൻഡറി പ്ലേസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ULTയും MLTയും വരുന്നുണ്ട്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ കാര്യങ്ങളും വരുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങും വരുന്നുണ്ട്. അത് മാത്രമല്ല കുട്ടി ഏറ്റവും കൂടുതൽ കുട്ടിയുടെ കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും കേട്ടോ. കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. ഓക്കെ, കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. ULT പ്ലസ് MLT പ്ലസ് കുട്ടിയുടെ മാക്സിമം കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസ് കുട്ടി യൂസ് ചെയ്യുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലായിരിക്കും. ഹണ്ട് ആണ് ഈ ഒരു സ്റ്റേജ്, ഈ ഒരു ലെവല് പ്രപ്പോസ് ചെയ്തത്. ഹണ്ട് ഈസ് ദ മെയിൻ പ്രൊപ്പണന്റ് ഓഫ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒരു കാര്യം കൂടെ ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. അതായത് ഇവിടത്തെ ഒരു ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് മോസ്റ്റ്ലി essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ PG ലെവലിലൊക്കെ എത്തുമ്പോൾ എന്താ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു എന്താ ഒറ്റ പാരഗ്രാഫിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. കൂടുതലും മെയിൻ essay, ഷോർട്ട് essay ഒക്കെ ആയിരിക്കും. ഷോർട്ട് essay ആണെങ്കിൽ തന്നെ നമ്മൾക്ക് 1 പേജ് 1.5 പേജ് ഒക്കെ നമ്മൾക്ക് എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ കൂടുതലും essay ടൈപ്പ് ടെസ്റ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഇനി ഇവാലുവേഷൻ സിസ്റ്റത്തിന്റെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അതിനെ ടെസ്റ്റ് ചെയ്യലായിരിക്കില്ല. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ബിലീവ്സ്, അതിനൊക്കെ ആയിരിക്കും കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നേരത്തെ നമ്മൾ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ റീസണിങ്, ലോജിക്, ഇമാജിനേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഈ വേർഡ്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഇമാജിനേഷൻ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇത്തരത്തിലുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾക്ക് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ മാർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഒന്നുകൂടെ പറയാം. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ പ്രൊപ്പണന്റ് എന്ന് പറഞ്ഞാൽ ഹണ്ട് ആണ്. ഇവിടെ MLT പ്ലസ് ULT പ്ലസ് കുട്ടിയുടെ മാക്സിമം കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. കുട്ടിയുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ഇമാജിനേഷൻ, ലോജിക്കൽ റീസണിങ്, പിന്നെ ജഡ്ജ്മെന്റൽ പവർ, ഇതൊക്കെ കുട്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലായിരിക്കും. കുട്ടിക്ക് തീരുമാനിക്കാം എങ്ങനെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, എപ്പോ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ കുട്ടിക്ക് തീരുമാനിക്കാം. അപ്പോ കുട്ടി ഇരിക്കുന്ന ആ ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിരിക്കുള്ളൂ. കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടാകും ആ ഒരു കുട്ടിക്ക്. ക്ലാസ് റൂമിലെ ഒരു മെയിൻ പ്ലേസ് അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും ലേണേഴ്സ് ആയിരിക്കും, സ്റ്റുഡൻസ് ആയിരിക്കും. ടീച്ചേഴ്സിന് ഒരു സെക്കൻഡറി പ്ലേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ടീച്ചർ അവിടെ ഒരു ഗൈഡ് ആയിട്ട്, ഒരു മെന്റർ ആയിട്ടൊക്കെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ. പിന്നെ ഇവിടുത്തെ ഇവാലുവേഷൻ, മെയിൻ ഇവാലുവേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് essay ടൈപ്പ് ഇവാലുവേഷൻ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. essay ടൈപ്പ് ഇവാലുവേഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? ഈ 3 ലെവൽ ഓഫ് ഇവാലുവേഷനും ലെവൽ ഓഫ് ടീച്ചിങ്ങും ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് നമ്മൾക്കൊന്ന് ഒറ്റ പേജിൽ ഇത് 3 കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് സമ്മറൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. MLT ഉണ്ട്, അതുപോലെ തന്നെ ULT ഉണ്ട്, RLT ഉണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ പിരമിഡ് നിങ്ങളുടെ മനസ്സിലോട്ട് വരട്ടെ.
ഏറ്റവും ബേസിക് ലെവലിൽ പ്രൈമറി ലെവലിൽ വരുന്ന ലെവൽ ഓഫ് ടീച്ചിങ് ആണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. അതിന് മുകളിലായിട്ട് ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്ന ടീച്ചിങ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. അതിന് മുകളിലായിട്ട് വരുന്ന ലെവൽ ഓഫ് ടീച്ചിങ് ആണ് RLT, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഓക്കെ, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ പ്രൊപ്പണന്റ് ഹെർബാർട്ട് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ പ്രൊപ്പണന്റ് മോറിസൺ ആണ്. RLT പ്രൊപ്പോസ് ചെയ്തത് ഹണ്ട് ആണ്. ഓക്കെ, MLTയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മെമ്മറി ആണ്. ഏത് വിധേനയും കുട്ടിയുടെ മെമ്മറിയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക, എപ്പോ വേണമെങ്കിലും റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയാക്കി വെക്കുക എന്നുള്ളതാണ്. ദെൻ ULT എന്ന് പറയുമ്പോൾ മെമ്മറിയുടെ കൂടെ ഇൻസൈറ്റ് കൂടെ വരും. ഓക്കെ, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം പഠിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം കൂടെ വരും ട്ടോ. ദെൻ RLT എന്ന് പറയുമ്പോൾ MLT പ്ലസ് ULT പ്ലസ് കുട്ടിയുടെ മാക്സിമം കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസും വരുന്നുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിമുലസ് റെസ്പോൺസ്, ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ കാര്യങ്ങളെ പരസ്പരം അസോസിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ജനറലൈസേഷൻ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് നമ്മളൊരു തിയറി പഠിക്കുന്നു, ആ തിയറി ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാതെ അത് ചുറ്റുപാടിലേക്കും ജനറലൈസ് ചെയ്യുന്നു, എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ RLT പറയുകയാണെങ്കിൽ സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. MLT ടീച്ചർ സെന്റേർഡ് ആണ് കേട്ടോ. കാരണം ഇവിടെ ടീച്ചേഴ്സിനാണ് മെയിൻ റോൾ. ടീച്ചർ എന്ത് പഠിപ്പിക്കുന്നു അത് തന്നെ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളും ടീച്ചറും തമ്മിൽ ഭയങ്കരമായിട്ടൊരു 2-way കമ്മ്യൂണിക്കേഷൻ ഒന്നും അത്രത്തോളം ഇല്ല. ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം എന്താ അത് കണ്ണടച്ച് കുട്ടികൾ ഇങ്ങോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. സോ ഇത് ടീച്ചർ സെന്റേർഡ് ആണ്. ഇനി RLT എന്ന് പറയുന്നത് സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്, സ്റ്റുഡൻസിനായിരിക്കും മെയിൻ റോള്. ഇനി ULT ടീച്ചർ സെന്റേർഡ് ആണോ സ്റ്റുഡന്റ് സെന്റേർഡ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടിന്റെ ഒരു മിക്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. രണ്ടിന്റെയും ഗുണഗണങ്ങൾ അതിൽ വരുന്നുണ്ട്. പക്ഷെ ULTനെ നമ്മൾ പറയാറുള്ളത് സബ്ജക്ട് സെന്റേർഡ് ആയിട്ടാണ് കേട്ടോ. പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന് കുറച്ചും കൂടി ഊന്നൽ കൊടുത്തിട്ട് ആണ് നമ്മൾ ULTയിൽ ടീച്ചിങ് നടക്കുന്നതെന്ന് പറയാറുള്ളത്. സബ്ജക്ട് സെന്റേർഡ് ആണ് അല്ലെങ്കിൽ ടോപ്പിക് സെന്റേർഡ് ആണ് ULT എന്ന് പറയുന്നത്. ദെൻ റിട്ടൻഷൻ, റീകോളിംഗ്, റാപ്പിഡ് ഇൻ ലേണിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ MLTയുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ റീസണിങ്, ലോജിക്, ഇമാജിനേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ RLTയുമായിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ കുട്ടിയുടെ ഇന്റലക്ച്വൽ ബിഹേവിയർ കുട്ടി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ULT സ്റ്റേജിലാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ MLT, ULT, RLTയുടെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പോ ലെവൽസ് ഓഫ് ടീച്ചിങ് പക്കയാണോ, സെറ്റ് ആണോ? എന്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളതൊക്കെ നമ്മൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കാം, അത് ശരിയാണോ തെറ്റാണോ, ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാം. സ്റ്റേറ്റ്മെന്റ് 1, teaching at the understanding level involves encouraging students to think critically and reflect on their learning experiences. Statement 2, teaching at the memory level involves rote memorization and does not encourage critical thinking. നിങ്ങളുടെ ആൻസേഴ്സ് പോരട്ടെ. ആദ്യം നിങ്ങൾ ആൻസേഴ്സ് പറയൂട്ടോ, എന്നിട്ട് നമ്മൾക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കൂടുതൽ പേരും കറക്റ്റ് ആൻസർ തന്നെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലെ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആയി, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആയതെന്ന് നമുക്ക് നോക്കാം. ടീച്ചിങ് അറ്റ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സെന്ററിലുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലെവലിലാണ്. നമ്മളുടെ UP ക്ലാസ്സും ഹൈസ്കൂൾ ക്ലാസ്സും ഒക്കെ ആലോചിക്കാം. ഇൻവോൾവ്സ് എൻകറേജിങ് സ്റ്റുഡൻസ് ടു തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് റിഫ്ലക്ട് ദെയർ ഓൺ ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ നമ്മൾക്ക് ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങുമായിട്ടാണ്. നമ്മൾ കുട്ടിയുടെ ഇന്റലക്ച്വൽ ബിഹേവിയർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. അവര് ഭയങ്കരമായിട്ട് ഒരു ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല. ഭയങ്കര വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ
അല്ലെങ്കിൽ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടൊന്നും തിങ്ക് ചെയ്യാൻ നമ്മൾ കുട്ടികൾ തുടങ്ങിയിട്ടില്ല ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ. ക്രിട്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യുന്നത് എപ്പോഴും റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ് കേട്ടോ. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളൊരു വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് പോലെയുള്ള വാക്കുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടി കടുകിട്ടി ഹയർ ഓർഡർ തിങ്കിങ് വാക്കുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോ റിഫ്ലക്റ്റീവ് ലെവലുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോ അണ്ടർസ്റ്റാൻഡിങ് ലെവലില് ക്രിട്ടിക്കൽ തിങ്കിങ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ കമ്മിങ് ടു ദ സ്റ്റേറ്റ്മെന്റ് 2, teaching at the memory level involves rote memorization and does not encourage critical thinking. നമ്മൾക്ക് കണ്ണും പൂട്ടി അത് ട്രൂ ആണെന്ന് പറയാം അല്ലെ. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ യാതൊരു രീതിയിലും എൻകറേജ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലൊന്നും കുട്ടി ക്രിട്ടിക്കൽ തിങ്കിങ് പോയിട്ട് ശരിക്കുള്ള തിങ്കിങ് പോലും അവിടെ ടീച്ചർ എൻകറേജ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ റോട്ട് മെമ്മറൈസേഷൻ ആണ് നടക്കുന്നത്. അതായത് ടീച്ചർ എന്താണോ പറയുന്നത് അത് തന്നെ തിരിച്ചു പറയാം, റീപ്രൊഡ്യൂസ് ചെയ്യുക, ജസ്റ്റ് മെമ്മറൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തെറ്റിയവര് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not merits of reflective level of teaching? ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനൂടെ കഴിഞ്ഞാൽ നമ്മൾക്ക് അവസാനിപ്പിക്കാം കേട്ടോ. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ മെറിറ്റ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലെ കീ പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് മെറിറ്റ്സ് എന്നാണ് കേട്ടോ. ഈ നോട്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യം വിട്ടുപോകരുതേ. ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ അപ്പാടെ തെറ്റിപ്പോകും. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ മെറിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ്. നിങ്ങളുടെ ആൻസേഴ്സ് പോരട്ടെ. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം എല്ലാവരും എന്താ ഐക്യകണ്ഠേന ഓപ്ഷൻ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രൈമറി സ്കൂൾ സ്റ്റുഡന്റ്. അത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ മെറിറ്റ് അല്ല, പകരം അത് ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ് വരുന്നത്? പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെവൽ ഓഫ് ടീച്ചിങ് ഏതാണ്? യെസ്, തീർച്ചയായിട്ടും അത് MLT ആണ് കേട്ടോ, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ മെറിറ്റ് ആയിട്ട് വരുന്നതാണ്. സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്, ലേണർ സെന്റേർഡ് ആണ്, ഹയർ ക്ലാസ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ ഡീപ്പ് ലെവൽ ഓഫ് ലേണിംഗ് നടക്കുന്നുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ്ങും ലോജിക്കൽ റീസണിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഡീപ്പ് ലെവൽ ഓഫ് ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇനി നിങ്ങളോടൊരു ചോദ്യം, ഓക്കെ, ഞാൻ ചോദിക്കാണ്, ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഇപ്പൊ നമ്മള് 3 ലെവൽസ് ഓഫ് ടീച്ചിങ് പഠിച്ചു അല്ലെ. ഏതൊക്കെയാണ്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. 3 ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഏത് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയാം? നിങ്ങളുടെ ഒരു അഭിപ്രായത്തില് ഈ 3 ലെവൽ ഓഫ് ടീച്ചിങ്ങിലും ഏത് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാം? ഓക്കെ, RLT എന്ന് കുറെ പേര് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നുണ്ട്. MLT ആർക്കും അഭിപ്രായമില്ല? അതുപോലെ എല്ലാ ലെവലും ബെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്, എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ഏജിനനുസരിച്ചിട്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അതായത് നമ്മൾക്ക് റിഫ്ലക്റ്റീവ് ലെവൽ ആണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആണ് ഏറ്റവും ബെസ്റ്റ്, മെമ്മറി ലെവൽ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എല്ലാ ലെവലും ബെസ്റ്റ് ആണ്. അതായത് ഓരോ ഏജ് അനുസരിച്ചിട്ട്, ഓരോ ഏജ് ലെവലിലുള്ള സ്റ്റുഡൻസിനനുസരിച്ചിട്ട് എല്ലാ ലെവലും ബെസ്റ്റ് ആണെന്ന് നമ്മൾക്ക് പറയാം. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികളുടെ അടുത്ത് വന്നിട്ട് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഓക്കെ, ഇതാണ് സിലബസ്, ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം, ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ പഠിച്ചോളൂ, നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തി പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാ? അവർക്ക് പഠിക്കാൻ പറ്റോ? ഇല്ല. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഡിഗ്രി ക്ലാസ്സിലും PG ക്ലാസ്സിലും വന്നിട്ട് ടീച്ചർ പറയാണ്, ടീച്ചർ കുറെ പാട്ട് പാടിയിട്ട് പഠിപ്പിക്കുകയാണ്, ടീച്ചർ ഓരോ ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യിപ്പിക്കുകയാണ്. അവിടെ ഒരു ടീച്ചിങ് നടക്കോ? നല്ല രീതിയിൽ ടീച്ചിങ് നടക്കോ? ഇല്ല അല്ലെ. അപ്പോ ഓരോ ഏജിനും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾക്ക് ഇന്ന ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ബെസ്റ്റ് എന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, അതായത്
പ്രൈമറി ലെവലിലുള്ള ക്ലാസ്സുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് എന്ന് പറയുന്നത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. അതുപോലെ തന്നെ UP ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അവരുടെ ആ ഒരു കോഗ്നിറ്റീവ് പൊട്ടൻഷ്യലിന്, അവരുടെ ആ ഒരു ലെവൽ ഓഫ് ഇന്റലക്ച്വൽ ബിഹേവിയറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. അതുപോലെ തന്നെ ഡിഗ്രി PG കുട്ടികൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് ലോവർ ലെവൽ ലേണിംഗ് ഔട്ട്കംസ് ഗെറ്റ് ഫോക്കസ്ഡ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും തന്നെ കറക്റ്റ് ആൻസറിലോട്ട് എത്താം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, PYQ ആണ് ഇത് കേട്ടോ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മറുത്ത് ഒന്ന് ആലോചിക്കേണ്ട കാര്യമില്ല അല്ലെ. കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറയുന്നുണ്ട്. മെമ്മറി ലെവലാണ്. നമ്മൾക്കറിയാം താഴെ തന്നിരിക്കുന്ന ലെവൽസ് ഓഫ് ടീച്ചിങ്ങില് ഏറ്റവും ചെറിയ ലേണിംഗ് ഔട്ട്കംസ് ഫോക്കസ് ചെയ്യുന്നത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിനെയാണ്. ടീച്ചർ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് തന്നെ കുട്ടികൾ റീകോൾ ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ മെമ്മറി ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ, എക്സ്ട്രാ ഒരു ലെവൽ വന്നിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെന്താണെന്ന് പറയാട്ടോ. അതായത് പല ക്വസ്റ്റ്യൻസിലും ഇപ്പോ ഈ ഒരു ലെവൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ഒരു മാച്ച് ദ ഫോളോയിങ് വന്നാലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും കൂടെ ഒരു വാലായിട്ട് വരാറുള്ള ഒരു ടേമാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾക്ക് ഒരു ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് നമ്മൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ടീച്ചറിന്റെ പ്രസൻസേ ഇല്ല. ഓക്കെ, ഒരു ടീച്ചറിന് യാതൊരുവിധ റോളും ഇല്ലാത്ത ഒരു ലെവലാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി കുട്ടികൾ സെൽഫ് സ്റ്റഡി നടത്താണ്. ഓക്കെ, കംപ്ലീറ്റ്ലി കുട്ടികൾ തന്നെയാണ് കുട്ടികളുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റിഫ്ലക്റ്റീവ് ലെവലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗൈഡായിട്ടും മെന്ററായിട്ടും ടീച്ചർ എന്ന് പറയുന്ന ഒരു ഫിഗർ അവിടെ ഉണ്ട്. പക്ഷേ ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടെ മുകളിലായിട്ടാണ്. അതായത് കുട്ടികൾ കംപ്ലീറ്റ്ലി അവരുടെ കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽസ് പുറത്തോട്ട് എടുക്കും, മാക്സിമം പുറത്തോട്ട് എടുക്കും. ഓക്കെ, അതായത് ടീച്ചറിന്റെ ഒരു പ്രസൻസ് ഇല്ല. ഒരു ലെവൽ ഓഫ് ടീച്ചിങ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ലെവൽ ഓഫ് ലേണിംഗ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു ലെവലാണ് ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ടീച്ചറെ ഉണ്ടാവില്ല, ഗൈഡ് ചെയ്യാനും ഉണ്ടാവില്ല, മെന്റർ ചെയ്യാനും ഉണ്ടാവില്ല, ഒരു ടീച്ചറിന്റെ റോളേ ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടെ സെഷൻ മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ലെവൽസ് ഓഫ് ടീച്ചിങ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 അതിൽ വരുന്ന ആക്ടിവിറ്റീസും വന്നിട്ടുണ്ട്. നിങ്ങൾ മാച്ച് ചെയ്യാം. സോറി, നിങ്ങൾ ആൻസർ കണ്ടു എന്ന് തോന്നുന്നു. ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നമ്മൾക്ക് ഒരു ടീച്ചർ ഇല്ല, അതായത് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു ടീച്ചർ ഒന്നുമില്ല, യാതൊരു രീതിയിലും നമ്മളെ ഗൈഡ് ചെയ്യാനോ മെന്റർ ചെയ്യാനോ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലിലുള്ള ലേണിംഗ് ആണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി അധികം നീട്ടി വലിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ആൻസർ കണ്ട സ്ഥിതിക്ക് ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. നമ്മൾക്ക് നോക്കാം. ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ അത് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് 2 മാർക്ക് ചെയ്യാം കേട്ടോ. അതായത് ഫീലിംഗ് ഓഫ് ഓട്ടോണമി വിത്ത് ലിറ്റിൽ ഓർ നോ സ്കോപ്പ് ഫോർ ടീച്ചർ ഇന്റർവെൻഷൻ. ടീച്ചറിന് യാതൊരു റോളും ഇല്ല, ടീച്ചർ ഇന്റർവെൻഷന് യാതൊരുവിധ സ്കോപ്പും ഇല്ല. കംപ്ലീറ്റ്ലി കുട്ടികളുടെ ഒരു ഓട്ടോണമി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ മെമ്മറി ലെവൽ ബിനെ നമ്മൾക്ക് 4 കണക്ട് ചെയ്യാം. ക്ലിയർ ആൻഡ് സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ദെയർ ഡിസ്ക്രിപ്ഷൻ വിത്ത് ആൻ ഐ ഓൺ കറക്റ്റ് റീടെൻഷൻ. ഓക്കെ, റീടെൻഷൻ എന്നുള്ള ഒരു വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, അത് മെമ്മറി ലെവലിലാണ്. മിക്കവാറും ഫാക്ട്സും ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ റീകോൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ മെമ്മറി ലെവലുമായിട്ട് കൊടുക്കാം കേട്ടോ, റിലേറ്റ് ചെയ്യാം. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലില് നമ്മൾക്ക് ഇവിടെ കൊടുക്കാം. അതായത് ഓപ്ഷൻ 3 കൊടുക്കാം. എംഫസിസ് ഓൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് വിത്ത് എ വ്യൂ ടു പ്രൊമോട്ട് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ്. എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലുമായിട്ട്
റിലേറ്റ് ചെയ്യുക കേട്ടോ. എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ റീടെൻഷൻ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മെമ്മറി ലെവലുമായിട്ട് റിലേറ്റ് ചെയ്യുക. ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസണിങ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുക? റിഫ്ലക്റ്റീവ് ലെവലുമായിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പൊ റിഫ്ലക്റ്റീവ് ലെവലിൽ വരുന്നത് പ്രോബ്ലം റേസിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ബൈ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഇൻ എ പാർട്ടിസിപ്പേറ്ററി മോഡ്. അതായത് കുട്ടികളും ടീച്ചേഴ്സും ഒരുമിച്ച് ഇന്ററാക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. കുറച്ചും കൂടെ എന്താ ഹയർ ലെവലിലുള്ള ചിന്തകളും പ്രോസസ്സുകളും ഒക്കെ നമ്മൾക്ക് റിഫ്ലക്റ്റീവ് ലെവലുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. പിന്നെ ഇന്ന് നമ്മളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. ഇനി നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ അടുത്തടുത്ത സെഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ. ഓക്കെ, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എന്റെ പേര് സബിത വിമച്ചി. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. നമ്മൾക്ക് ഇനി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ അടുത്ത സെഷനിൽ കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതായത് നിങ്ങൾ വിചാരിക്കും ഇനിയും സമയമുണ്ട് എക്സാമിനെന്ന് വിചാരിക്കും. പക്ഷെ സമയമൊക്കെ ഇപ്പൊ പോകും കേട്ടോ. നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് ക്ലാസ്സുകൾ വരും, നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ വരും. അപ്പോ കറക്റ്റ് എന്താ നിങ്ങൾ കറക്റ്റ് ഇന്ന് എടുക്കുന്നത് ഇപ്പൊ തന്നെ പഠിച്ചു പോവാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.